നോക്കൂ, നിങ്ങളുടെ അമല് ഭംഗിയുള്ള രൂപത്തിൽ ഖബറിലേക്ക് വരികയാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ ഖബറിലെ വ്യക്തി പറയും, റബ്ബി അഖിമിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലീന. റബ്ബേ, ഖിയാമത്ത് നാളൊന്ന് പെട്ടെന്നാക്കണേ. ഖബർ കിടക്കുന്ന വിശ്വാസി പറയാം, നീ വേഗം ഖിയാമത്ത് നാളാക്കണേ. എന്തിന്? എനിക്കെന്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും മടങ്ങിച്ചെല്ലാമല്ലോ. പ്രിയമുള്ളവരെ, ഈ ഹദീസിന്റെ ശറഹ് പരിശോധിക്കുന്നിടത്ത് ഖൽബ് പടക്കണ സംസാരാണ് ശാരീഹ്യങ്ങൾ വിശദീകരിച്ചത്. അതിലൊരു ശറഹ് എന്താ പറയുന്നത്? അവൻ കുടുംബത്തിലേക്ക് മടങ്ങാന്ന് പറഞ്ഞ ദുനിയാവിലേക്ക് മടങ്ങലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കണത്. പിന്നെയോ, അവന് സ്വർഗത്തിലെ തന്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും മടങ്ങാൻ വേണ്ടി, സ്വർഗത്തിലെ കുടുംബം, സ്വർഗത്തിലെ സമ്പത്ത്, ദുനിയാവിലെ തന്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും മടങ്ങി വരാൻ വേണ്ടിയല്ല, സ്വർഗത്തിലെ തന്റെ കുടുംബവും സമ്പത്തും ആസ്വദിക്കാൻ വേണ്ടിയാണ്. വല്ലാത്തൊരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഇത്തരം നിരവധി സംഭവങ്ങൾ ഹദീസിൽ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു മയ്യത്തിനെ ഖബറിൽ വെച്ച് അതിന്റെ അഹ്ലുകാര് പിരിഞ്ഞു പോകുമ്പോ അവരുടെ ചെരിപ്പടി ശബ്ദം ആ മയ്യത്ത് കേൾക്കും എന്ന് പറഞ്ഞ ഹദീസിന്റെ ഒരു ബാക്കി ഭാഗത്ത് കാണാം, ഫഇൻ കാന മുഅ്മിനൻ, ഈ മയ്യത്ത് മുഅ്മിനാണെങ്കിൽ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസിഹി വകാന സിയാമു അൻ യമീനിഹി വകാനത്തിസ് സകാത്തു അൻ ശിമാലിഹി വകാന ഫിഅലുൽ ഖൈറാത്തി മിനസ് സദഖ വസ്സില വൽ മഅറൂഫ് വൽ ഇഹ്സാൻ ഇലൻ നാസി ഇൻദ റിജ്ലൈഹി. നിസ്കാരം അവന്റെ തലയുടെ അടുത്ത് വരും, നോമ്പ് അവന്റെ വലതുഭാഗത്ത് വരും, സക്കാത്ത് അവന്റെ ഇടതുഭാഗത്ത് വരും, സ്വതഖ കുടുംബബന്ധം ചേർക്കൽ, പുണ്യം ചെയ്തത്, ജനങ്ങൾക്ക് നന്മ ചെയ്തത് തുടങ്ങിയ സൽക്കർമ്മങ്ങളെല്ലാം അവന്റെ കാലിന്റെ ഭാഗത്ത് വരും. ഫയുഅ്താ മിൻ ഖിബലി റഅസിഹി ഫതഖൂലു സ്വലാ മാ ഖിബലി മദ്ഖലുൻ. അയാളുടെ തലഭാഗത്തു കൂടി ശിക്ഷ വരും. അപ്പോൾ നിസ്കാരം പറയും, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയൂല. ഏത് നിസ്കാരം? വാച്ചിക്ക് നോക്കിട്ടെ, അത് സാരല്ല, ജമാഅത്ത് പോയാലും കുഴപ്പമില്ല, ഒറ്റക്ക് നിസ്കരിക്കാം, ഇന്ന് നമ്മൾ മാറ്റിവെച്ച നിസ്കാരല്ലേ, ആ നിസ്കാരം പറയുമെന്നാണ്. ശേഷം അയാളുടെ വലതുഭാഗത്തു കൂടി ശിക്ഷ വരും. ഫയഖൂലു സിയാം, അപ്പൊ നോമ്പ് പറയും, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയൂല. നോക്കൂ, നിങ്ങൾ എത്ര വലിയ ഖൈറാണ് നോമ്പ്. ശേഷം അയാളുടെ ഇടതുഭാഗത്തു കൂടി ശിക്ഷ വരും. ഫതഖൂലു സകാത്ത്, അപ്പോൾ സക്കാത്ത് പറയും, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയൂല. 2% അള്ളാഹ് ചോദിച്ചിട്ടുള്ളൂ. തന്നതൊക്കെ അള്ളയാണ്, മുഴുവനും അള്ളാന്റെതാണ്, സ്വത്തിന്റെ ഉടമസ്ഥൻ അള്ളയാണ്, ഓനാ തന്നത്. ഓനോട് പറഞ്ഞു, നീ 2%, അതും മുഴുവൻ കൊടുക്കണമെന്നല്ല, നിസാബ് പൂർത്തിയായിട്ട് 2%, അല്ലെങ്കിൽ 5%, ചിലതിൽ 10%, അതിന്ന് അത്രേ കൊടുക്കേണ്ടുള്ളൂ. അത് കൊടുക്കാൻ പോലും മടി കാണിക്കുന്ന ആളുകൾ ഉമ്മത്ത് മുസ്ലിമയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഹദീത്ത് വളരെ പ്രസക്തമാകുന്നത്.